എല്ലാ മാന്യ പ്രേക്ഷകരെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞാണ് നാം അവസാനിപ്പിച്ചത്. യേശു പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല എന്നുവരെ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് വരെ, അതായത് യേശുക്രിസ്തു രണ്ടാമത് വരണമെങ്കിൽ ഇസ്രായേലികൾ പശ്ചാത്തപിക്കണം, വിലപിക്കണം, കരയണം. ഈ കാര്യം യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഹോശേയ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. ഹോശേയ 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഹോശേയ BC 755 715 ഇടയ്ക്ക് എഴുതിയ പ്രവചനമാണ്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ ഭരണകാലം. ഈ കാലഘട്ടം ഇസ്രായേലിൻ്റെ വടക്കൻ രാജ്യത്തിലെ ധാർമ്മികവും സാമൂഹികവുമായ തകർച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും വിഗ്രഹാരാധനയും കൊണ്ട് മുഖരിതമായ സമയം. ഹോശേയ അതിനെ ശക്തിയായി അപലപിച്ചു. ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രവാസത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. BC 722 അസീര്യക്കാർ ഇസ്രായേലിനെ കീഴടക്കിയപ്പോൾ ന്യായവിധിയെയും പ്രവാസത്തെയും പറ്റിയുള്ള ഹോശേയയുടെ പ്രവചനങ്ങൾ നിവർത്തിച്ചു. ഈ പ്രവചനം എഴുതുമ്പോൾ യേശു ജനിച്ചിട്ടില്ല, സ്വന്തം ജനങ്ങളുടെ ഇടയിൽ പോയിട്ടില്ല, ഇസ്രായേൽ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, യേശുവിനെ ക്രൂശിച്ചിട്ടില്ല, യേശു ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും നടന്നിട്ടില്ല. എന്നാൽ ദൈവം അൽഫയും ഒമേഗയും ആയതുകൊണ്ടും വരാനിരിക്കുന്ന കാര്യങ്ങൾ മുന്നവേ അറിയാവുന്നതുകൊണ്ടും അന്നേക്ക് 2700 വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഹോശേയ പ്രവാചകന് വെളിപ്പെടുത്തി. അത് ഹോശേയ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. 700 വർഷങ്ങൾക്ക് ശേഷം ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യേശുക്രിസ്തു വീണ്ടും പ്രസ്താവിക്കുന്നു. ഹോശേയ പ്രവചനത്തിൽ എഴുതിയ കാര്യങ്ങളും യേശുക്രിസ്തു സ്വയം പറഞ്ഞ കാര്യങ്ങളും നടക്കാൻ ഇനി അധികം താമസമില്ല. യാക്കോബിൻ്റെ വിലാപം, അതായത് ഇസ്രായേലിൻ്റെ വിലാപം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് ഇസ്രായേൽ പറയാനുള്ള നാളുകൾ അടുത്തു. ഇപ്പോൾ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളൊക്കെ അതിനുള്ള തെളിവാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് ഉള്ള നാളുകൾ അടുത്തിരിക്കുന്നു. യഹൂദികൾ യേശുവിനെ, അല്ലെങ്കിൽ അവർ കാത്തിരുന്ന മസീഹ ആരാണെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങിയിരിക്കുന്നു. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്ന് ഹോശേയ എഴുതിയ കാര്യങ്ങൾ ഇന്ന് ഇസ്രായേലിൽ സംഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് വിശ്വാസികളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതിന് 7 വർഷം മുമ്പ് കാഹളം മുഴങ്ങും, സഭ എടുക്കപ്പെടും. പലരും ഇത് കേൾക്കുമ്പോൾ കേട്ടില്ല എന്ന് നടിക്കും. പലരും ഇത് നിസ്സാരമായി തള്ളിക്കളയും. പലരും ഒരുപക്ഷെ പറയുമായിരിക്കും, എനിക്ക് ഭ്രാന്താണെന്ന്. എന്നാൽ ഇതുപോലെ ഒരു സമയം നോഹയുടെ കാലത്തും സംഭവിച്ചിരുന്നു. അതൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുൻപിൽ
നിൽക്കുന്നു. ഇന്നത്തെ ജനങ്ങളായാലും നോഹയുടെ സമയത്തെ ജനങ്ങളായാലും ജനങ്ങളുടെ സ്വഭാവം ഒരുപോലെ തന്നെ. ദൈവം നോഹയോട് പറഞ്ഞു, ജനങ്ങളുടെ പാപം പെരുകിയതുകൊണ്ട് ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, ഈ ഭൂമിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രകാരം ഒരു പെട്ടകം നിർമ്മിക്കുക. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളുമൊക്കെയും ദൈവം തന്നെ നോഹയ്ക്ക് കൊടുത്തു. നോഹയും പുത്രന്മാരും ചേർന്ന് പെട്ടക നിർമ്മാണം തുടങ്ങി. നോഹയുടെ സമ്പാദ്യം മൊത്തം ചെലവാക്കി. 100 വർഷമെടുത്തു പെട്ടകം നിർമ്മിക്കാൻ. ഈ 100 വർഷം പെട്ടകം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ നോഹ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ദൈവം ഈ ഭൂമിക്കും ജനങ്ങൾക്കും ന്യായവിധി നടത്താൻ പോകുന്നു. നിൽക്കാത്ത മഴയും ജലപ്രളയവും ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുവിൻ. 100 വർഷം പ്രസംഗം കേട്ടിട്ടും ജനങ്ങൾ അത് വിശ്വസിച്ചില്ല. കാരണം അന്ന് വരെ ഭൂമിയിൽ മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജനം വിശ്വസിച്ചില്ല. എന്ന് മാത്രമല്ല, നോഹയെ ഒരു ഭ്രാന്തൻ എന്ന് മുദ്രകുത്തി. മഴ തുടങ്ങിയപ്പോഴും നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ നശിക്കാതിരിക്കാൻ മാനസാന്തരപ്പെട്ട് പെട്ടകത്തിൽ കയറുക. ആരും മാനസാന്തരപ്പെട്ടുമില്ല, പെട്ടകത്തിൽ കയറിയതുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തന്നെ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. നോഹയും കുടുംബവും ഒഴികെ മറ്റെല്ലാവരും നശിച്ചു. കുറച്ച് വചനങ്ങൾ വായിക്കുന്നു. യിരെമ്യാ പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിന് കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ചരിത്രത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു വാക്യം, യിരെമ്യായുടെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇസ്രായേലികളുടെ മടങ്ങിവരവിനെ പറ്റി പറഞ്ഞ ശേഷം പ്രവാചകൻ പറയുന്നു, അതുവരെ കണ്ടിട്ടില്ലാത്തവണ്ണം വലുതായ ഒരു കഷ്ടം യാക്കോബിന് വരും, അതായത് ഇസ്രായേലിന് വരും. എന്നിട്ട് പറയുന്നു, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. വചനം പറയുന്നു, ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടം അന്നുണ്ടാകും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ കഷ്ടം യാക്കോബിൻ്റേതാണ്, അതായത് ഇസ്രായേലിന് സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ വായിച്ച വചനത്തിൽ പറഞ്ഞ കഷ്ടം, അതായത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞ കഷ്ടം, ഈ ലോകത്തിൽ അന്ന് ജീവനോടിരിക്കുന്ന എല്ലാ മാനവരാശിക്കും അനുഭവിക്കാൻ പോകുന്ന കഷ്ടമാണ്. ഇവിടെ ഇസ്രായേൽ അനുഭവിച്ച കഷ്ടത്തെപ്പറ്റി ചുരുക്കമായി ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമതായി, ഇസ്രായേലികൾ പല നൂറ്റാണ്ടുകളായി പല പ്രാവശ്യം കഷ്ടം അനുഭവിച്ച ജനതയാണ്. അതെല്ലാം നമുക്കറിയാം. 400 വർഷക്കാലം ഫറവോൻ്റെ അടിമകളായിരുന്നപ്പോൾ ഉള്ള കഷ്ടം. പിത്തോം, റമീസ് തുടങ്ങിയ നഗരങ്ങൾ നിർമ്മിക്കാൻ അവർ കഠിനാധ്വാനത്തിന് വിധേയരായി. രണ്ടാമതായി, ഫറവോൻ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഉത്തരവിട്ടു. മൂന്നാമതായി, BC 586 മുതൽ 538 വരെയുള്ള കാലഘട്ടം ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ യഹൂദയെ കീഴടക്കി. യെരുശലേമിലെ ആദ്യത്തെ മന്ദിരം നശിപ്പിക്കുകയും നിരവധി യഹൂദന്മാരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പേർഷ്യൻ രാജാവായ സൈറസ് ദ ഗ്രേറ്റ് യഹൂദന്മാരെ അവരുടെ നാട്ടിലേക്ക് മടങ്ങാനും മന്ദിരം പുനർനിർമ്മിക്കാനും അവസരമൊരുക്കി. നാലാമതായി, BC 167 മുതൽ 160 വരെയുള്ള കാലഘട്ടം. അന്ത്യോക്കസ് നാലാമൻ എപ്പിഫനാസിൻ്റെ കീഴിൽ സെലൂസിഡ് സാമ്രാജ്യം
യഹൂദന്മാരുടെ ആചാരങ്ങളെയും അവരുടെ ആരാധനയെയും അടിച്ചമർത്തി അന്ത്യോക്കസ് രണ്ടാമത് പറഞ്ഞ മന്ദിരം അശുദ്ധമാക്കി ഗ്രീക്ക് ദൈവങ്ങളെ ആരാധിക്കാൻ നിർബന്ധിതരാക്കി. അഞ്ചാമതായിട്ട് BC 63 മുതൽ AD 135 കാലഘട്ടം. റോമൻ സാമ്രാജ്യം, യഹൂദന്മാരും റോമും തമ്മിലുള്ള സംഘർഷം കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരുന്നു. നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് യഹൂദന്മാരെ അടിച്ചമർത്തുകയും ഭാരിച്ച നികുതി ചുമത്തുകയും ചെയ്തു. കൂടാതെ യഹൂദ വിശ്വാസത്തിൻ്റെ അവഹേളനം കൂടിയായപ്പോൾ റോമയും യഹൂദന്മാരും തമ്മിൽ യുദ്ധം AD 66 മുതൽ AD 79 വരെ നടന്നു. നീറോ ചക്രവർത്തിയുടെ സമയത്ത് യഹൂദന്മാരെ, അതായത് ആബാലവൃദ്ധൻ ജനങ്ങളെ വിശന്ന് വലഞ്ഞിരിക്കുന്ന സിംഹക്കൂട്ടിലേക്ക് തള്ളി ക്രൂശിൽ തലകീഴായി തൂക്കി തിളയ്ക്കുന്ന എണ്ണയിലിട്ടു. തടിയോടുകൂടി ചേർത്ത് വെച്ച് മനുഷ്യരെ നടുവിലൂടെ അറുത്തു. അങ്ങനെ അതുവരെ കണ്ടിട്ടില്ലാത്ത ശിക്ഷ അവർ അനുഭവിച്ചു. ആറാമതായിട്ട് മധ്യകാലഘട്ടം, അതായത് AD 11 നൂറ്റാണ്ട് മുതൽ AD 13 നൂറ്റാണ്ട് വരെയുള്ള സമയം. യൂറോപ്പിലും ഇസ്ലാമിക ലോകത്തിലും യഹൂദ വംശഹത്യകൾ നടന്നു. ലക്ഷക്കണക്കിന് യഹൂദർ കൊല്ലപ്പെട്ടു. ഏഴാമതായിട്ട് ആധുനിക കാലഘട്ടം, അതായത് 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറും തൻ്റെ സൈന്യവും ചേർന്ന് 60 ലക്ഷത്തോളം യഹൂദന്മാരെ ജർമ്മനിയിൽ വെച്ച് മാത്രം വധിച്ചു. പോളണ്ടിൽ വെച്ച് 17 ലക്ഷം യഹൂദന്മാരെ കൊന്നുതള്ളി. ഇതിൽ 15 ലക്ഷത്തോളം കുട്ടികളായിരുന്നു എന്നുള്ളതാണ് കഷ്ടം. ഹോളോകോസ്റ്റിനെ പറ്റി എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എട്ടാമതായിട്ട് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം തീവ്രമായിരുന്ന കാലഘട്ടം. ലക്ഷക്കണക്കിന് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി. മുൻപ് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, ഇനി വരാനിരിക്കുന്ന ഇസ്രായേലിൻ്റെ കഷ്ടം. അവർ ഇത്ര നാളും സഹിച്ച കഷ്ടത്തെക്കാളൊക്കെ വളരെ വലുതായിരിക്കുന്ന കഷ്ടം അവർ അനുഭവിക്കേണ്ടി വരും എന്ന്. പക്ഷേ ഇസ്രായേലികൾ ആ കഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് ദൈവം പറയുന്നു. എന്നാൽ മത്തായി 24:21 പറയുന്നു, ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. യിരെമ്യാ പ്രവാചകൻ ഇസ്രായേലിനുള്ള കഷ്ടത്തെപ്പറ്റിയാണ് പറഞ്ഞതെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കഷ്ടം ഈ ലോകത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന, അതായത് യേശു വന്ന് തൻ്റെ സഭയെ എടുത്തുകൊണ്ട് പോയ ശേഷം ശേഷിപ്പായി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മാനവരാശിയും അനുഭവിക്കാൻ പോകുന്ന മഹാകഷ്ടത്തെ പറ്റിയാണ്. ഇത് മനസ്സിലാക്കാൻ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഈ കഷ്ടം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് വരാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ കഷ്ടം അനുഭവിച്ചാലും അവർ വിടുവിക്കപ്പെടും. എന്നാൽ മറ്റു മനുഷ്യർ അവസാനം അനുഭവിക്കാൻ പോകുന്ന കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.